മനുഷ്യൻ്റെ അഹങ്കാരം എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. പലരും മിണ്ടാതിരിക്കുന്നുണ്ട്. ഭയങ്കര സ്മെല്ലാണ് ഇവിടെ നിൽക്കാൻ. ഞാനിപ്പോൾ ഇങ്ങോട്ട് ഈവനിങ്ങിൽ വന്ന് ഇവിടെ ഇരിക്കാനായിട്ട് വന്നതായിരുന്നു. അന്നേരം കണ്ടൊരു കാഴ്ചയാണ്. ഈ കാഴ്ച കണ്ടിട്ട് ശരിക്കും ഭയങ്കരമായിട്ട് അങ്ങ് വിഷമം തോന്നി. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ റെയിൽവേ ക്രോസ് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യുന്നൊരു സ്ഥലമാണ്. ഇത് നേരെ ഈ വെള്ളം പോകുന്നത് നേരെ ഒരു കനാൽ പോലെ അവരുണ്ടാക്കിയിട്ടുണ്ട്. അത് റോഡാണ്, അണ്ടർ കനാൽ പോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഈ വെള്ളം കണക്റ്റ് ആവുന്നത് മേളിൽ കാണുന്ന കായലിലോട്ടാണ്. ഈ കായലിൽ നിന്നാണ് മത്സ്യങ്ങൾ പലരും ജീവിതമാർഗത്തിന് വേണ്ടിയിട്ട് ഇവിടെ നിന്നാണ് മീൻ പിടിച്ചിട്ട് മാർക്കറ്റിൽ കൊണ്ട് വിൽക്കുന്നത്. അതേ മീൻ ഭക്ഷണം കഴിക്കുന്നത് ഇതുപോലുള്ള വിഷാംശങ്ങൾ നിറഞ്ഞ ഓരോ ആഹാര സാധനങ്ങളായിക്കോട്ടെ മറ്റെന്തെങ്കിലും തന്നെ ആയിക്കോട്ടെ ഇതുപോലെ കൊണ്ട് ഡംപ് ചെയ്തിട്ടിരിക്കുകയാണ്. മനുഷ്യൻ്റെ അഹങ്കാരം എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. മനസ്സിലായില്ലേ? ഏകദേശം ഇവിടെ എല്ലാവരും ഒരു ഗ്രാമപ്രദേശം പോലത്തെ ഒരു സ്ഥലമാണ്. എല്ലാവർക്കും വീടുകളുണ്ട്. സ്വന്തം പറമ്പിലൊന്ന് ഫുഡ് വേസ്റ്റ് ആണെങ്കിൽ അതിനനുസരിച്ചൊരു മാനേജ്മെൻറ്റ്, പേപ്പർ വേസ്റ്റ് ആണെങ്കിൽ അതിനനുസരിച്ച് മാനേജ്മെൻറ്റ് ചെയ്യുക. ഇതൊന്നും ചെയ്യാതെ ഈ മിണ്ടാപ്രാണികളോട് ഇമ്മാതിരി പരിപാടി കാണിക്കാൻ വേണ്ടിയിട്ട് നോക്കി എന്തോരം വേസ്റ്റുകളാണ് കൊണ്ടിട്ടിരിക്കുന്നതെന്നറിയാമോ? ഇത് ഇവിടുത്തെ ആൾക്കാർ എന്നെ കൊണ്ടിട്ടതാണോ ഇനി അക്കരെയുള്ള ആൾക്കാർ ഇട്ടിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണോ ഒന്നും അറിയത്തില്ല. എന്തായാലും ഭയങ്കര വിഷമം തോന്നി ഒരു കാഴ്ച കണ്ടിട്ട്. ഭയങ്കര സ്മെല്ലാണ്, ഇവിടെ നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ സ്മെല്ലായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ മീൻ കുഞ്ഞുങ്ങളൊക്കെ എന്തോരം വിഷമിക്കുന്നുണ്ടെന്ന് ഓർക്കണം. എന്തോരം ചത്തിട്ടുണ്ടാവും ഇതിൻ്റെ ഇടയിൽ തന്നെ. ഇങ്ങനെയൊന്നും ചെയ്യരുത്. കാരണം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു ഭൂമി എന്ന് പറയുന്നത് നശിപ്പിക്കാനുള്ളതല്ല. നമ്മൾ ഓരോരുത്തർ വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് ഇതുപോലെ വേസ്റ്റ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഫീൽ ചെയ്യും? അതുപോലെ തന്നെയാണ് ജീവജാലങ്ങൾ, ഈ വെള്ളത്തിൽ കിടന്ന് ജീവിക്കുന്ന ഓരോ പ്രാണികളോടും ചെയ്യുന്ന ക്രൂരതയാണിത്. ഒന്നും കൂടെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും. ഒരു നിമിഷം ഇങ്ങനെ കൊണ്ട് ഡംപ് ചെയ്യുന്നതിന് മുമ്പ് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് മനുഷ്യൻ ഇന്ന് ജീവിക്കുന്നത്. മറ്റൊരാളെക്കുറിച്ച് ഒരു ചിന്ത പോലും ഇല്ല. ഒരല്പം ചിന്തിക്കുന്ന മനുഷ്യനാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ വെള്ളത്തിൽ കൊണ്ട് ഡംപ് ചെയ്യരുത് ഒരിക്കലും. നിങ്ങൾ വേറെ എവിടെയെങ്കിലും നിങ്ങൾ ഒരു സ്ഥലത്ത് മൂലയ്ക്ക് കൂന് കൂട്ടിയാലും വേസ്റ്റ് മാനേജ്മെൻറ്റ് നിങ്ങളൊരു പേയ്മെൻറ്റ് കൊടുത്ത് അവരതെടുത്തുകൊണ്ട് പോയിട്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്നൊരു സ്ഥലത്ത്, അതായത് ഈ വേസ്റ്റുകളെല്ലാം കൊണ്ടിടുന്നൊരു സ്ഥലമുണ്ട്, അവിടെ ചെന്നിട്ട് അവരെന്താണെന്ന് വെച്ചാൽ ചെയ്യും. നിങ്ങൾക്കത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. പക്ഷേ ഇതുപോലെ ഇത് കാണിക്കുന്ന വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഇത് ബുദ്ധിയില്ലായ്മയെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഞാനിത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടെന്നേ ഉള്ളൂ. ഇത് ഇപ്പം ഇവിടെ ഇങ്ങനെ മറ്റെവിടെയൊക്കെ എന്തൊക്കെയാണോ നടക്കണതെന്ന് ഓരോരുത്തരുടെ കണ്ണിൽ പെട്ടിട്ടും പലരും മിണ്ടാതിരിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ മിണ്ടിയെന്നും പറഞ്ഞ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതിങ്ങനെ തന്നെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. മനുഷ്യൻ മാറാതെ ഒന്നും മാറാൻ പോകുന്നില്ല.